ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജുവിൻ്റെ അച്ഛൻ വേണു അമ്പലത്തിൽ തൊഴുതിട്ടിങ്ങോട്ട് മടങ്ങി വരുമ്പോൾ രാമകൃഷ്ണൻ എന്ന് പറയുന്ന വേണുവിൻ്റെ ഫ്രണ്ട് വേണുവിനെ വിളിക്കുവാണ്. എത്ര നാളായടോ തന്നെ കണ്ടിട്ട്, താൻ എങ്ങനെ ഇരിക്കുന്നെന്നിങ്ങനെ രാമകൃഷ്ണൻ ചോദിക്കുമ്പോൾ വേണു പറയുന്നുണ്ട്, തന്നെ കാണാൻ തന്നെ ആടോ ഞാൻ ഇറങ്ങിയത്, എൻ്റെ വീട്ടിലോട്ട് വരുമായിരുന്നു. എങ്കിൽ വാ നമുക്ക് വീട്ടിലോട്ട് പോകാം. മോളും ഫാമിലിയൊക്കെ വിദേശത്തുനിന്ന് വന്നിട്ടുണ്ട്. അവൾ തന്നെയും രാധമ്മയൊക്കെ എന്നോട് അന്വേഷിച്ചിട്ടുണ്ട്. ഈ ശനിയാഴ്ച ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് വരാനിരിക്കുമായിരുന്നു. വേണുവിനെ കണ്ടാൽ അവൾക്ക് വലിയ സന്തോഷമാവും. താൻ വാ എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. വേണു അപ്പോൾ പറയുവാണ്, രാമകൃഷ്ണ, ഞാൻ പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. താൻ അവരെയും കൊണ്ട് ഇപ്പം എൻ്റെ വീട്ടിലോട്ട് വരരുത്. തൻ്റെ മകൾ വിദേശത്തുനിന്ന് വന്നത് അറിയാതെയാണ് ഞാൻ തന്നെ കാണാൻ ഇറങ്ങി വന്നത്. ശരിക്കും ഞാൻ വന്നത് തന്നോടൊരു സഹായം ചോദിക്കാനായിരുന്നു. എന്താ വേണു, എന്തു പറ്റി? എന്തോ കാര്യമായ പ്രശ്നത്തിലാണ് താനെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. എന്തുവായാലും താൻ എന്നോട് കാര്യം പറയും. അപ്പോൾ വേണു അതുവരെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുകയാണ്. രുക്മിണി കാണിച്ച പ്രമാണത്തിലൊക്കെ ഒപ്പിട്ട് കൊടുത്തതും, എൻ്റെ അച്ഛനും അമ്മയും എന്നോട് കാശ് ചോദിച്ചാൽ പോലും ഞാൻ മുദ്രപത്രത്തിൽ ഒപ്പിടിച്ചിട്ടേ കൊടുക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രുക്മിണി വേണുവിനെ കൊണ്ടും രാധമ്മയെ കൊണ്ടും ഓരോ മുദ്രപത്രത്തിൽ ഒപ്പിടിച്ച് വാങ്ങിച്ചിരുന്നു. 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഋതികയുടെ സ്വർണ്ണങ്ങളെല്ലാം ഋതിക അവരുടെ കൈ കൊടുത്തതും അങ്ങനെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും വേണു അങ്ങോട്ട് രാമകൃഷ്ണനോട് പറയുവാണ്. ഇപ്പോഴാണെങ്കിൽ ആ പറഞ്ഞ അഗ്രിമെൻ്റ് തീരാറായി. തനിക്ക് ബുദ്ധിമുട്ടാകില്ലെങ്കിൽ കുറച്ച് പൈസ തന്ന് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്നിങ്ങനെ വളരെ ദയനീയമായിട്ടാണ് വേണു രാമകൃഷ്ണനോട് ചോദിക്കുന്നത്. ഞാൻ കൃത്യമായിട്ട് പലിശ തരാവടോ എന്നൊക്കെ പറയുന്നുണ്ട് വേണു. എന്ത് വർത്തമാനമാണ് വേണു നീ പറയുന്നത്? നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണോ? എന്താ ഞാനിപ്പോൾ ചെയ്യുന്നത്? എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ കാശ് വിരിപ്പുമില്ല. എടോ, എനിക്കൊരു പാർട്ടി 1 ലക്ഷം രൂപ തരാനുണ്ട്. അത് മിക്കവാറും നാളെ എൻ്റെ കയ്യിൽ വരും. കാശ് കയ്യിൽ വന്നാൽ ഞാൻ അപ്പം തന്നെ വിളിക്കാം. എന്താ, അതുപോരെ? അയ്യോ, അത് മതി. അത് കേട്ടപ്പോൾ വേണുവിനങ്ങ് ഭയങ്കര സന്തോഷമാകുവാണ്. എന്നാൽ താൻ ഇനി വീട്ടിലോട്ട് വാ, നമുക്ക് വീട്ടിലോട്ട് പോയി എന്തെങ്കിലും കഴിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പോയാൽ മതി. അത് വേണ്ട രാമകൃഷ്ണ, ഞാനിപ്പോൾ അതിനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല എന്നും പറഞ്ഞിട്ട് വേണു വീണ്ടും നെഞ്ച് തടകുന്നുണ്ട്. ഞാൻ പിന്നീട് ഒരു ദിവസം വരാം, നാളെ താൻ എന്നെ വിളിക്കാൻ മറക്കല്ലേ എന്നും പറഞ്ഞ് വേണു അവിടെ നിന്ന് അങ്ങ് നടന്നു പോവുകയാണ്. ഋതികയും രാജുവും ഇങ്ങനെ ബൈക്കിൽ അവരുടെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. രാജുവിന് ഇപ്പോഴും ആ മദ്യത്തിൻ്റെ ലഹരി കംപ്ലീറ്റ് പോയിട്ടില്ല. ഋതിക പറയുവാണ്, എങ്കിലും രാജു ഇത്ര വലിയൊരു കുടികാരനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഋതിക ഒരുമാതിരി കളിയാക്കലും കുത്തുവാക്കും പറയുന്നുണ്ട്. രാജു പറയുന്നത്, എന്താ ഋതിക മേഡം ഇങ്ങനെ പറയുന്നത്? ഞാൻ ഇന്നേ വരെ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല, ഞാൻ കുടിച്ചിട്ടില്ല. ഇതെങ്ങനെ സംഭവിച്ചതാണെന്ന് എനിക്കറിയില്ല. ഞാൻ എത്ര പറഞ്ഞിട്ടും എന്താ നിങ്ങൾ വിശ്വസിക്കാത്തത് എന്നിങ്ങനെ പറഞ്ഞ് വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ പെട്ടെന്നൊരു കാർ ഇങ്ങോട്ട് വന്ന് അവരെ ഇടിക്കാൻ നോക്കുവാണ്. ആഹാ, അത്രയ്ക്കായോ? അവൻ ആരാന്നോ നോക്കണമല്ലോ, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് രാജു ആ കാറിൻ്റെ അടുത്തോട്ട് ബൈക്ക് ഓടിക്കുമ്പോൾ ഋതിക വേണ്ട എന്ന് പറയുന്നുണ്ട്. ഇല്ല മേഡം, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, റോങ് സൈഡിൽ വന്നാണ് എന്നെ ഇടിക്കാൻ വന്നത് എന്നും പറഞ്ഞ് പോയി നോക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ദീപക് കാറിൽ നിന്ന് ഇറങ്ങുവാണ്. എന്താടാ, നിന്റെ മദ്യത്തിൻ്റെ കെട്ട് ഇതുവരെ ഇറങ്ങിയില്ലയോ എന്നും പറഞ്ഞ് രാജുവിനെ ഒരുമാതിരി കളിയാക്കുവാണ്. നീ ഇത്ര വലിയ കുടികാരനാണെന്ന് വിചാരിച്ചില്ലല്ലോ. ദീപക്കിൻ്റെ ആ കുത്തുവാക്കിൽ നിന്ന് രാജുവിന് മനസ്സിലാകുന്നുണ്ട് ദീപക്കാണ് ജ്യൂസിൽ മദ്യം കലർത്തി തന്നതെന്ന്. പക്ഷെ രാജു ഒന്നും മിണ്ടുന്നില്ല. രാജുവും ദീപക്കിനോട് ചൂടാകുന്നുണ്ട്. പെട്ടെന്ന് ദീപക്ക് പറയാണ്, നീ പോലീസിനെ വിളിക്കടാ, ഞാൻ മനഃപൂർവ്വം തന്നെയാടാ നിന്നെ ഇടിക്കാൻ വന്നത്, നീ പോലീസിനെ വിളിക്കടാ, നീ ഇപ്പം തന്നെ പോലീസിനെ വിളിക്ക്. പോലീസ് വന്നിട്ട് നീ മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന് നിന്നെ പിടിച്ച് അകത്തിരട്ടെ, അതിനുവേണ്ടി തന്നെയാടാ ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ രാജുവിന് ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. കാരണം രാജുവിന് ഇപ്പോഴും ആ മദ്യത്തിൻ്റെ ആ ലഹരി ഉണ്ട്. പോലീസ് വന്നു കഴിഞ്ഞാൽ ഇത് പണിയാകുമെന്ന് രാജുവിന് മനസ്സിലായിട്ട് രാജു ഒന്നും മിണ്ടുന്നില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ദീപക്ക് വീണ്ടും വാക്കുകളൊക്കെ പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ വിജയശ്രീലാൽ ഇതിനായിട്ട് അവൻ അങ്ങനെ കാറിൽ കയറി അങ്ങ് പോവുകയാണ്. എന്നിട്ട് രാജു നോക്കുമ്പോൾ ഋതികയെ കാണുന്നില്ല. അയ്യോ, ഋതിക മേഡം ഇതെവിടെ പോയി? അയ്യോ, ഋതിക മേഡത്തിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് രാജു അങ്ങ് അമ്പരക്കുവാണ്. ഇത് ദീപക്കിൻ്റെ ഒരു ട്രാപ്പായിരുന്നോ? അവൻ എന്നെ ഇങ്ങനെ വണ്ടി ഇടിക്കാൻ വന്ന പോലെ വന്ന് നിർത്തി ഞാൻ സംസാരിക്കുന്ന ആ സമയം നോക്കി ഋതിക മേഡത്തിനെ കടത്തിക്കൊണ്ട് പോയോ? ഇനി എങ്ങോട്ടാണ് കൊണ്ടുപോയി? ദൈവമേ, ഒന്നും അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് രാജു ഇങ്ങനെ അങ്കലാപ്പോടെ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അയ്യോ രാജു, എന്നെ ഇട്ടിട്ട് പോകല്ലേ എന്നും പറഞ്ഞ് ഋതിക അവിടെ നിന്ന് വിളിക്കുവാണ്. രാജു നോക്കുമ്പോൾ ഋതിക ഓടി വരുന്നു. ഋതിക മേഡം ഇത് എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ ആകെ വിഷമിച്ചു പോയല്ലോ. അതെ, ഞാൻ അവിടെ മറഞ്ഞു നിൽക്കുമായിരുന്നു. എന്തിന്? അത് എന്നെ കണ്ടില്ലെങ്കിൽ രാജുവിൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയാനായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായി, രാജു ഒരുപാട് വിഷമിച്ച്, രാജുവിൻ്റെ മനസ്സിൽ എന്നോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇത് കേട്ടിട്ട് രാജുവിന് ഭയങ്കര ദേഷ്യം വരുവാണ്. ഋതിക മേഡത്തിന് എപ്പോൾ എന്തു പറയണമെന്ന് അറിയില്ലല്ലോ. ഞാൻ എന്തും വേണ്ടി വിഷമിച്ചെന്നറിയോ? അതാ ഞാൻ പറഞ്ഞ രാജുവിന് എന്നോട് സ്നേഹമുണ്ടെന്ന്. എന്നിട്ട് രാജു ഇങ്ങനെ ദേഷ്യത്തിൽ ചുമ്മാതെ കൈ ഓങ്ങുന്നിട്ട് ഋതികയെ അടിക്കാനായിട്ടും അവിടെ ഇന്ന് ചെറിയ കമ്പൊക്കെ ഒടിച്ചിങ്ങനെ ചുമ്മാതെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. ഋതിക മേഡത്തിന് തീരെ തിരിച്ചറിവില്ല
മാറിയില്ലല്ലോ, ഇപ്പോഴും കുട്ടിക്കളി മാറിയില്ലെന്നാണോ വിചാരം എന്നൊക്കെ പറഞ്ഞൊരു സ്നേഹത്തോടെ തന്നെ രാജു ഇങ്ങനെ ശാസിക്കുന്നുണ്ട്. അവരങ്ങനെ അവിടെ നിൽക്കുമ്പോൾ രാജുവിൻ്റെ അച്ഛൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഋതിക അത് കാണുന്നു. അയ്യോ, എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ അച്ഛൻ്റെ വരവിൽ, അച്ഛൻ നെഞ്ച് തടയിക്കൊണ്ടാണല്ലോ വരുന്നത്. രാജു തോണ്ട വേണുവെങ്കിലല്ലേ വരുന്നത്, അങ്കിളിന് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും വേണു അങ്ങ് താഴെ വീഴുവാണ്. പെട്ടെന്ന് രാജുവും ഋതികയും കൂടെ ഓടിച്ചെന്ന് വേണുവിനെ പൊക്കിയെടുത്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുവാണ്. ഋതിക രാജുവിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ആയിരിക്കും, ഭയങ്കര ചൂടല്ലേ, ഡീഹൈഡ്രേഷൻ ആയതായിരിക്കും, ട്രിപ്പൊക്കെ കൊടുക്കുമ്പോഴങ്ങ് ശരിയാകും. അപ്പോഴേക്കും രാധമ്മയും ബിന്ദുവും അങ്ങോട്ട് വന്നിട്ടുണ്ട്. രാധമ്മയാകെ സങ്കടത്തോടെ, മോനെ അച്ഛനെ എന്തു പറ്റിയടാ? അമ്മ വിഷമിക്കാതെ, അച്ഛൻ ഒന്നുമില്ല. റോഡിൽ വെച്ചൊന്ന് തല ചുറ്റി, ഞാനും ഋതിയമ്മയോടോ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചതാണമ്മേ. ഡോക്ടർ അപ്പോൾ ഇറങ്ങി വന്നിട്ട് രാജുവിനെ വിളിച്ചിട്ട് പറയുന്നു, മിസ്റ്റർ രാജു, വേണുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ BP വളരെ ഹൈ ആയിരുന്നു, ഹാർട്ട് റേറ്റും കുറച്ച് കൂടുതലായിരുന്നു. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നെഞ്ചുവേദന ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ECG മറ്റോ ഇതുവരെ എടുത്തു നോക്കിയിട്ടുണ്ടോ? ഇല്ല ഡോക്ടറെ, ഞങ്ങൾ ഇതുവരെ ECG ഒന്നും എടുത്തിട്ടില്ല. എന്താ ഡോക്ടറെ? ഞങ്ങളിപ്പോൾ ECG എടുത്തതിൽ ചെറിയ വേരിയേഷനുണ്ട്. വേണുവിന് ഒരു മൈനർ ഹാർട്ട് അറ്റാക്ക് വന്നു പോയിട്ടുണ്ട്. അയ്യോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ രാധമ്മയെ അങ്ങ് സങ്കടപ്പെടുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, മൈനറായിട്ടുള്ള ഒരു അറ്റാക്കായിരുന്നു. വേണുവിന് കുറച്ചുകൂടെ ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. ഇനി അഥവാ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബ്ലോക്ക് റിമൂവ് ചെയ്യാനുള്ള ചെറിയൊരു ഓപ്പറേഷനും ചെയ്യേണ്ടി വരും. വേണ്ട ടെസ്റ്റെല്ലാം ചെയ്തോളൂ ഡോക്ടർ എന്നിങ്ങനെ രാജു പറയുന്നുണ്ട്. പക്ഷെ രാജു ആകെ തകർന്ന് നിൽക്കുവാണ്. കാരണം 5 പൈസ പോലും രാജുവിൻ്റെ കയ്യിൽ എടുക്കാനില്ലല്ലോ. മോനെ, എന്തൊക്കെയാടാ ഡോക്ടർ പറഞ്ഞത്? നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണോ ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞത്? എനിക്ക് പേടിയാകുന്നടാ മോനെ എന്നൊക്കെ രാധമ്മ പറയുമ്പോൾ ഋതിക പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇല്ല രാധമ്മ, അങ്ങനെ ഒന്നുമില്ല. അച്ഛൻ്റെ ഹൃദയത്തിലൂടെ രക്തം ഒഴുകുന്നിടത്ത് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ആ തടസ്സം മാറ്റാനുള്ള ഒരു ചെറിയ ഓപ്പറേഷൻ ചെയ്യണമെന്ന് മാത്രമാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാലും മോളെ, ഹൃദയത്തിന് ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിന് ഒരുപാട് പൈസ ആകത്തില്ലേ? പെട്ടെന്ന് ബിന്ദു പറയുക, രാജു വീട്ടിലെ ഹാളിലെ ടൈൽസ് ഒട്ടിക്കാൻ വേണ്ടി ജയേട്ടനെ എൻ്റെ കയ്യിൽ 50,000 രൂപ തന്നിട്ടുണ്ടായിരുന്നു. അതാ പൈസ എടുത്തുകൊണ്ട് വരാൻ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ജയേട്ടനെ വിളിച്ച് പറയാം. അത് വേണോ ചേച്ചി? പിന്നല്ലാതെ വേറെന്ത് ചെയ്യാനാ മോനെ? അയ്യോ ചേച്ചി, അത് വേണോ? അത് വേണ്ട ചേച്ചി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ വേണുവിൻ്റെ ഫ്രണ്ട് രാമകൃഷ്ണൻ അങ്ങോട്ട് വരികയാണ്. നല്ല മനസ്സും നല്ല ഹൃദയമുള്ളവരെയും സഹായിക്കാൻ ദൈവം ആരെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ പറഞ്ഞു വിടുമെന്നുള്ളതിൻ്റെ സത്യമാണ് രാമകൃഷ്ണൻ അപ്പോൾ അങ്ങോട്ട് വരുന്നത്. രാധമ്മേ, വേണുവിന് എന്തു പറ്റി? രാജു, എന്താ മോനെ അച്ഛന് പറ്റിയത്? അത് അങ്കിളെ, അച്ഛനൊരു മൈനർ അറ്റാക്ക് ഉണ്ടായതാ. എൻ്റെ ദൈവമേ, ഞാൻ എന്തായി കേൾക്കുന്നത്? എൻ്റെ വേണു എവിടെ? അതിപ്പോൾ ICUവിലാ അങ്കിളെ. മോനെ, നിൻ്റെ കയ്യിൽ കാശ് വല്ലതും ഇരിപ്പുണ്ടോടാ? ഇപ്പോൾ കയ്യിലൊന്നുമില്ല അങ്കിളെ എന്നിങ്ങനെ പറയുന്നത് തന്നെ സങ്കടത്തോടാണ് രാജു. എനിക്ക് തോന്നി, അതാ ഞാൻ കുറച്ച് കാശെടുത്തുകൊണ്ട് വന്നത് എന്നും പറഞ്ഞ ആ നല്ല മനുഷ്യൻ രാമകൃഷ്ണൻ മടിയിൽ നിന്ന് 1,00,000 രൂപ എടുത്ത് രാജുവിൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണ്. വേണു എന്നെ രാവിലെ വന്ന് കണ്ടിരുന്നു. അവന് കാശിന് എന്തോ വലിയ ആവശ്യമുണ്ടെന്നും പറഞ്ഞിരുന്നു. നാളെ രാവിലെ കൊടുക്കാമെന്ന് ഞാൻ അവനോട് പറയുകയും ചെയ്തു. എനിക്ക് കാശ് തരാമെന്ന് പറഞ്ഞ പാർട്ടി അവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പൈസയും കൊണ്ട് തന്നു. എന്നാൽ ഈ പൈസ കയ്യോടെ അവനെ ഏൽപ്പിക്കാതെ വിചാരിച്ച് ജംഗ്ഷനിൽ വന്നപ്പോഴല്ലേ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. ഈ പൈസ എടുത്ത് മോൻ ആശുപത്രി ചെലവുകളൊക്കെ അങ്ങോട്ട് നടത്ത്. ഞാൻ ഈ പൈസ തന്ന വിവരം തൽക്കാലം അവൻ അറിയണ്ട. പണ്ട് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞ് പിള്ളേരും ഒക്കെ ആയിട്ട് ബിസിനസ്സൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കളുടെ വയറ് പട്ടിണിയിടാതിരുന്നത് ഈ രാധമ്മ ഉണ്ടാക്കി കൊടുത്ത റൊട്ടി കഴിച്ചിട്ടാണ്. രാജു അന്ന് കുഞ്ഞായിരുന്നു, പ്രിയയ്ക്ക് ഓർമ്മ കാണുമായിരിക്കും ഇല്ലേ? എൻ്റെ വേണുവിനൊരു ആപത്തുണ്ടാകുമ്പോൾ ഞാനല്ലാതെ വേറെ ആരാ ഓടി വരാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് രാമകൃഷ്ണൻ അങ്ങ് പോവുകയാണ്. അങ്ങനെ വേണുവിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഡിസ്ചാർജൊക്കെ വാങ്ങി അവരെല്ലാവരും കൂടെ വീട്ടിലോട്ട് വരികയാണ്. വേണുവിന് കിടക്കാനുള്ള മുറി ഒരുക്കുകയും ബെഡ്ഷീറ്റ് വിരിക്കുകയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഋതിക കഞ്ഞി കൊണ്ടുവന്ന് വേണുവിന് കോരി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ എല്ലാവരും വേണുവിനെ നല്ല സന്തോഷത്തോടെ നോക്കുന്നുണ്ട്. ഡോക്ടർ രാജുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാരണവശാലും അച്ഛൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന മാതിരി ഒരു സംഭവം ഉണ്ടാകരുത്, എപ്പോഴും സന്തോഷത്തോടെ വേണം നിങ്ങളെല്ലാവരും വേണുവിൻ്റെ അടുത്ത് നിൽക്കേണ്ടത് എന്നൊക്കെ രാജുവിനോട് ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ രാജു ഓർക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് രമ്യ അവളുടെ അമ്മ രുക്മിണിയോട് എന്നുവെച്ച് പറയുന്നു, അമ്മേ, വേണുവെങ്കിൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് പോയി കാണണ്ടേ? എന്തിനാടി അവരെ പോയി കാണുന്നത്? നിനക്ക് നാണമുണ്ടോ രമ്യേ?
നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? അവർ ഇത്രയൊക്കെ നമ്മളോട് ചെയ്തു കാട്ടിയതൊക്കെ നീ അങ്ങ് മറന്നോ? ഇനി ഫ്രൂട്ട്സും പലഹാരവും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി രോഗിയെ കണ്ടാലേ നിനക്ക് സമാധാനമാകത്തുള്ളോ? അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താടി, അവർ നമുക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ? അതൊക്കെ ഇനി മറന്നിട്ട് അവരുടെ വീട്ടോട്ട് കയറി ചെല്ലണമെന്നാണോ നീ പറയുന്നത്? അമ്മേ, കഴിഞ്ഞതൊക്കെ മറന്ന് ഒട്ടിച്ചേരണമെന്നല്ല ഞാൻ പറഞ്ഞത്. അവർ നമുക്ക് പൈസ തരാനുണ്ട്, അതിന് അവർ സ്വർണവും തന്നിട്ടുണ്ട്. പക്ഷേ ഒരു മാനുഷിക പരിഗണനയെന്നൊന്നുണ്ടല്ലോ അമ്മേ. വേണുവെങ്കിലിനെ ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് അമ്മയെ കണ്ടിരുന്നത്. ആ അങ്കിൾ ഒരു പാവ മനുഷ്യനാ അമ്മേ. ആ അങ്കിളിന് സുഖമില്ലാതിരിക്കുമ്പോൾ ഒന്ന് പോയി കാണുന്നതല്ലേ നല്ലത്. അങ്ങനെ നമ്മൾ പോയി കണ്ടു എന്ന് ആൾക്കാർ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മളെക്കുറിച്ച് വളരെ നല്ലതായിട്ടേ ആൾക്കാർ പറയത്തുള്ളമ്മേ. രുക്മിണിയുടെ മനസ്സൊക്കെ മാറ്റി വേണുവിനെ കാണാനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. രമ്യയും രുക്മിണിയും കൂടെ വരുന്നത് കണ്ട് രാധമ്മയും ബിന്ദുവും കൂടി ഇങ്ങനെ അമ്പരന്ന് നോക്കുക. ഇവളെന്തിനാ വരുന്ന? വഴക്കിടാനാണോ, പൈസയ്ക്കാണോ, അതോ ഇനി രോഗിയെ കാണാനാണോ? ഒന്നും അറിയാതെ അവരിങ്ങനെ നോക്കി നിൽക്കുവാണ്. രുക്മിണി വന്ന് ചോദിക്കുന്നുണ്ട് വേണുവിന് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ രാധമ്മ പറഞ്ഞ് മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങുക. ആ എന്നാൽ പോയിട്ട് വരാം വാടിയെന്നും പറഞ്ഞ് രമ്യയെ വിളിക്കുന്നുണ്ട്. അമ്മ എന്തൊരു മര്യാദകേടായി കാണിക്കുന്നേ, അവിടെ നിൽക്കമ്മേ എന്നും പറഞ്ഞ് രമ്യ ഇങ്ങനെ അവിടെ പിടിച്ചു നിർത്തുവാണ്. എന്തെങ്കിലുമൊക്കെ അവരോടൊന്ന് ചോദിക്കമ്മേ. അപ്പോൾ രാധമ്മ പറയുന്ന കുറച്ച് ദിവസം കൊണ്ട് വേണുവേട്ടന് ഉറക്കമൊന്നുമില്ലായിരുന്നു, ഭയങ്കര സങ്കടത്തിലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം ശ്രീകുട്ടിയും ഹരീഷും അങ്ങോട്ട് വരികയാണ്. ഹരീഷാണ് ഒരു വെള്ള വേഷ്ടിയും കാക്കി ഉടുപ്പുമാണ് ഇട്ടിരിക്കുന്നത്. അതായത് ഓട്ടോ ഓടിക്കുവാണല്ലോ, ആ ഡ്രസ്സിലാണ് ഹരീഷ് വരുന്നത്. ശ്രീകുട്ടി ഇവരെ കണ്ടിട്ട് അയ്യോ നമ്മളങ്ങോട്ട് പോകണോ? രുക്മിണിയാണേ അത് കണ്ട് ദേഷ്യത്തിൽ പല്ലു കടിച്ചിങ്ങനെ ഞവറി നിൽക്കുവാണ്. ശ്രീകുട്ടി ചോദിക്കുന്ന പ്രശ്നമാവോ ഹരീഷെ? എന്ത് പ്രശ്നമാകാൻ? നീ നിന്റെ അച്ഛനെ കാണാനാണ് വന്നത്. നിങ്ങൾ വാടക കൊടുക്കുന്ന വീടിൻ്റെ മുന്നിലാണ് നീ നിൽക്കുന്നത്. പിന്നെ ആ നിൽക്കുന്ന സ്ത്രീ നിങ്ങളുടെ വീടിൻ്റെ ഉടമസ്ഥയാണെന്ന് മാത്രം കരുതിയാൽ മതി. നീ ധൈര്യമായിട്ട് വാ എന്നും പറഞ്ഞ് ഹരീഷ് രണ്ടും കൽപ്പിച്ച് ശ്രീകുട്ടിയെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി രുക്മിണിയമ്മ കലിതുള്ളി എന്തെങ്കിലും പറയുമോ? എന്തായിരിക്കും അമ്മയും മോനോടെ പോരാട്ടം നടക്കുമോ? എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.